നിലവിൽ MP ആയിരിക്കുന്നവർ നിയമസഭയിൽ മത്സരിക്കുന്നത് ഇത് ആദ്യമാണോ? ഈ വാദം വന്നത് എന്തുകൊണ്ട്? ജോസ് കെ മാണിക്ക് വർദ്ധിച്ചു വരുന്ന ജനപിന്തുണ, എതിരാളികൾക്ക് നേരിട്ട് വിമർശിക്കാൻ മറ്റൊരു വിഷയം കിട്ടുന്നില്ല. അതുകൊണ്ട് കണ്ടുപിടിച്ച ഒരു ബാലിശമായ വാദമാണിത്. അദ്ദേഹം ഒരു രാജ്യസഭാ MP ആയിരിക്കെ MLA ആകാൻ നോക്കുന്നു. ഇത് ശരിക്കും കുറ്റമാണോ? നമുക്ക് ആ വസ്തുതകൾ ഒന്ന് പരിശോധിക്കാം. നിലവിൽ MP ആയിരിക്കുന്നവർ നിയമസഭയിൽ മത്സരിക്കുന്നതിന് നിയമപരമായി വല്ല തടസ്സവും ഉണ്ടോ? യാഥാർത്ഥ്യം എന്തെന്നാൽ ഇല്ല. ഇങ്ങനെ മത്സരിക്കുന്നതിന് ഭരണഘടന വിലക്കുന്നുണ്ടോ? നിലവിൽ അങ്ങനെ ഒരു വിലക്കും ഭരണഘടനയിൽ പറയുന്നില്ല. ഇതിനു മുൻപ് ഇങ്ങനെ നടന്നിട്ടുണ്ടോ? ഉണ്ട്. നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും പലതവണ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ശരിക്കും ജോസ് കെ മാണി മാത്രമാണോ MP ആയിരിക്കുമ്പോൾ തന്നെ നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുള്ളത്? നമുക്ക് നോക്കാം. ഇത്തവണ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് മത്സരിക്കുന്നത്. നിലവിൽ കേന്ദ്രമന്ത്രിയും മധ്യപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാ MPയുമാണ് ജോർജ് കുര്യൻ. കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ്. വടകരയിൽ നിന്നും ലോക്സഭ MP ആയിരിക്കെ തന്നെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഇങ്ങനെ ഒട്ടനവധി പേർ ഇന്ത്യയിലെ പല സംസ്ഥാനത്തും മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ ജോസ് കെ മാണിയുടെ കാര്യത്തിൽ മാത്രം അവർ ഇത് ഒരു വില കുറഞ്ഞ ഒരു രാഷ്ട്രീയ ആയുധമാക്കി. ഇനി അടുത്തത് മക്കൾ രാഷ്ട്രീയം. അതെ, ഇതാണ് പ്രതിപക്ഷത്തിന്റെ പുതിയ ആരോപണം. തൻ്റെ പിതാവിൻ്റെ ആദർശത്തിൽ ആകൃഷ്ടനായാണ് അദ്ദേഹം ഈ പാത തിരഞ്ഞെടുത്തത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രാഷ്ട്രീയത്തിൽ വന്ന വ്യക്തിയല്ല ജോസ് കെ മാണി. കേരള കോൺഗ്രസിന്റെ യുവജന സംഘടനയിൽ നിന്നു തുടങ്ങി നീണ്ട 25 വർഷം പൊതുപ്രവർത്തന രംഗത്തും 17 വർഷക്കാലം രാജ്യസഭയിലും ലോക്സഭയിലും സാധാരണ മനുഷ്യരുടെ, കർഷകരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് അവരുടെ അവകാശങ്ങളുടെ കൂടെ നിന്ന വ്യക്തിയാണ് ശ്രീ ജോസ് കെ മാണി. അദ്ദേഹത്തെ മക്കൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ വിമർശിച്ച വ്യക്തികളുടെ മക്കൾ ഇപ്പോൾ എവിടെയെന്ന് നോക്കാം. പാരമ്പര്യമില്ലാഞ്ഞിട്ടാണ്. അപ്പന്റെ മകനായി ജനിച്ചു എന്നതുകൊണ്ട് രാഷ്ട്രീയത്തിൽ വന്ന ഒരു MP ആയി പോയി എന്നുള്ളതല്ലാതെ എന്താണ് ജോസ് കെ മാണിക്ക് നേട്ടം? എന്താണ് അയക്ക് കൂടുതലായിട്ടുള്ളത്? ജോസ് കെ മാണിക്ക് സ്വീകരിക്കാവുന്ന ഏറ്റവും നല്ല പേര് മാണി മകൻ പാർട്ടി. അപ്പോൾ കേരള കോൺഗ്രസ് മാമ നല്ല പേര്. PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് പാല നിയോജക മണ്ഡലത്തിൽ ജനവിധി തേടുന്നു. പറഞ്ഞത് ഒന്ന്, ചെയ്തത് മറ്റൊന്ന്. കഴിഞ്ഞിട്ടില്ല, ദാ അടുത്തത്. ചെയർമാൻ മരിച്ചാൽ പകരം മകനല്ല സ്ഥാനമെന്ന് മാണി സാർ ചോരയും നീരും കൊടുത്ത് പാർട്ടിയുടെ പുള്ളിയുടെ ആളല്ലേ ചെയർമാനാണെന്ന് ചോദിച്ചു. ശിഹാബ്ദങ്ങൾ മരിച്ചാൽ മകനാണോ ചെയർമാനായത്? ജോസ് കെ മാണിക്കെതിരെ മക്കൾ രാഷ്ട്രീയം എന്ന് ആഞ്ഞടിച്ച മറ്റൊരു നേതാവ് PJ ജോസഫ്. എന്നാൽ ഇന്ന് അതേ PJ ജോസഫിന്റെ മകൻ അദ്ദേഹത്തിന്റെ സ്വന്തം തട്ടകത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. മക്കൾ രാഷ്ട്രീയത്തെ വിമർശിക്കുന്നവർ മറന്നുപോകുന്ന കുറച്ച് പേരുകളുണ്ട്. പത്മജ വേണുഗോപാൽ, K മുരളീധരൻ, KS ശബരിനാഥൻ, ചാണ്ടി ഉമ്മൻ, പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി, അങ്ങനെ പോകുന്നു പേരുകൾ. ഇനിയും പിതാവിന്റെ പാത പിന്തുടർന്ന് രാഷ്ട്രീയത്തിൽ എത്തിയവരുടെ ലിസ്റ്റ് നമുക്ക് എണ്ണിയാൽ തീരാത്ത അത്രയുണ്ടാകും. ഓർക്കുക, ജനം ഉറങ്ങുകയല്ല, അവർ എല്ലാം കാണുന്നുണ്ട്. രാഷ്ട്രീയവും വികസനവും ചർച്ച ചെയ്യാൻ സാധിക്കാത്തവർ ഉന്നയിക്കുന്ന പൊള്ളയായ അടുത്ത വിമർശനമാണ് ജോസ് കെ മാണിയുടെയും കേരള കോൺഗ്രസ് എമ്മിന്റെയും മുന്നണി മാറ്റം എന്നത്. മുന്നണി മാറ്റം ഒരു ദുർബലതയായിരുന്നു. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം തള്ളിക്കളഞ്ഞ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് UDFൽ തുടരാൻ അർഹതയില്ല എന്നതാണ് UDF നേതൃത്വമെടുത്ത തീരുമാനം. ശത്രുതാ മനോഭാവത്തോടെയാണ് കാണുന്നത്. നമ്പർ 1 ഈസ് കേരള കോൺഗ്രസ്. മനസ്സിലാവാം. കേരള കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിനെ തോൽപ്പിക്കുക ആരാ? കോൺഗ്രസ്സുകാർ തന്നെ. ഒരു ബറ്റാലിയൻ, അതിന് വേണ്ടി പ്രത്യേക റിക്രൂട്ട്മെന്റാണ്. ചില നിയോജക മണ്ഡലങ്ങളിൽ പ്രത്യേക റിക്രൂട്ട്മെന്റ്, പ്രത്യേക സ്റ്റഡി ക്ലാസുകൾ, പ്രത്യേക ഫണ്ട്, അതിനുവേണ്ടിയൊക്കെ. അതോ ഒരു രാഷ്ട്രീയ വഞ്ചനയ്ക്കെതിരെയുള്ള ധീരമായ മറുപടിയോ? സത്യം നമുക്ക് നോക്കാം. ഒരു ജില്ലാ പഞ്ചായത്ത് സ്ഥാനത്തിന്റെ പേര് പറഞ്ഞ് കോൺഗ്രസും സ്വാർത്ഥ കക്ഷികളും ചേർന്ന് കേരള കോൺഗ്രസ് എമ്മിനെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഇത് ഒരു രാഷ്ട്രീയ വഞ്ചന മാത്രമായിരുന്നില്ല, പകപോക്കലിന്റെ ബാക്കി പത്രമായിരുന്നു. എന്നാൽ ആ കണക്കുകൂട്ടലുകൾ തെറ്റി. അനാഥനാകും എന്ന് കരുതിയവർക്ക് മുമ്പിൽ അതികായകനായി ഉയർന്നു വന്നു ജോസ് കെ മാണി. തുടർന്ന് 2026
ഇടതുമുന്നണിയുടെ വികസന മുന്നേറ്റ ജാഥയുടെ മധ്യമേഖല ക്യാപ്റ്റനായി ജോസ് കെ മാണി മാറി. രാഷ്ട്രീയവും വികസനവും ചർച്ച ചെയ്യാൻ കഴിയാത്തവർ ആരോപണങ്ങൾ ഉന്നയിക്കും. ജോസ് കെ മാണി പ്രവൃത്തി കൊണ്ട് മറുപടി നൽകും. എന്നാൽ അദ്ദേഹത്തെ ഇപ്പോൾ വിമർശിക്കുന്നവർ മുന്നണി മാറ്റം നടത്തിയിട്ടില്ലേ? പാലാ മണ്ഡലത്തിലെ നിലവിലെ UDF സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ. ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രം നോക്കൂ. 4 തവണ LDF, പിന്നെ UDF. മാണി സി കാപ്പന്റെ മുന്നണി മാറ്റത്തിന്റെ കാരണം എന്തായിരുന്നു? ആദർശമാണോ? അല്ല. ജനക്ഷേമമാണോ? അല്ലേ അല്ല. പിന്നെ വെറും സ്വാർത്ഥതയും വ്യക്തിവിരോധവും മാത്രമാണ് അദ്ദേഹം മുന്നണി വിടാനുള്ള കാരണം. ഇനി NDA സ്ഥാനാർത്ഥിയായ ഷോൺ ജോർജിന്റെയും അദ്ദേഹത്തിന്റെ പിതാവ് PC ജോർജിന്റെയും കാര്യം നോക്കിയാലും നമുക്ക് ഇത് തന്നെ കാണുവാൻ സാധിക്കും. PC ജോർജിന്റെ രാഷ്ട്രീയ യാത്ര ഇങ്ങനെയായിരുന്നു. LDF സ്ഥാനാർത്ഥി, UDF സ്ഥാനാർത്ഥി, സ്വതന്ത്ര സ്ഥാനാർത്ഥി, SDPI പിന്തുണ സ്വീകരിച്ച് മത്സരം, ഇപ്പോൾ NDA സ്ഥാനാർത്ഥി. ഇനി മകൻ ഷോൺ ജോർജ് പിതാവിന്റെ കൂടെ എല്ലാ മുന്നണികളിലും മാറി മാറി പ്രവർത്തിച്ച് ഇപ്പോൾ NDA സ്ഥാനാർത്ഥി. കേരളത്തിൽ ഇവർ മാറാത്ത മുന്നണി ഇല്ല എന്ന് പറയുന്നത് വെറും കൗതുകം മാത്രമല്ല, തികഞ്ഞ അവസരവാദത്തിന്റെ സാക്ഷ്യപ്പെടുത്തൽ കൂടിയാണ്. ആദർശമില്ല, മുന്നണിയില്ല, ഉള്ളത് ഒന്നേ ഒന്ന്, സ്വാർത്ഥ രാഷ്ട്രീയം. ജനം ഇതെല്ലാം ഓർക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ഇനി അടുത്തയാളെ പരിചയപ്പെടാം. തൊടുപുഴ, കടുത്തുരുത്തി മണ്ഡലങ്ങളിലെ നിലവിലെ MLA-മാർ ആയിട്ടുള്ള PJ ജോസഫ്, മോൻസ് ജോസഫ് എന്നിവർ. UDF-ൽ മത്സരിച്ചു, LDF-ൽ മത്സരിച്ചു, വീണ്ടും മുന്നണി മാറി UDF-ൽ മത്സരിച്ചു. പലതവണ പല മുന്നണി, ഒരേ ഒരു ലക്ഷ്യം, സ്വന്തം കസേര. മുന്നണി മാറ്റം വിമർശിക്കുന്നവർ സ്വയം മുന്നണി മാറ്റക്കാർ. പാലാ, തൊടുപുഴ, കടുത്തുരുത്തി എവിടെ നോക്കിയാലും ഇതേ ഇരട്ടത്താപ്പ് കാണാൻ സാധിക്കും. വികസനത്തിലെ ഇരട്ടത്താപ്പ്. ഒഴിവു കഴിവല്ല, പ്രവൃത്തിയാണ് അളവുകോൽ. ഇതൊരു കാരണമാണോ അതോ അലസതയാണോ? നമുക്ക് നോക്കാം. മാണി സി കാപ്പൻ നിലവിൽ പാലായുടെ MLA. ഭരണപക്ഷത്തിരുന്നപ്പോൾ വികസനമില്ല, പ്രതിപക്ഷത്തിരുന്നപ്പോൾ വികസനമില്ല. ഒടുവിൽ പറഞ്ഞ കാരണം പ്രതിപക്ഷമായതുകൊണ്ട് നടക്കില്ല. ഇനി ജോസ് കെ മാണി രാജ്യസഭ, ലോകസഭ MP ആയിരുന്നപ്പോൾ 10 വർഷത്തിലധികമായി മോദി സർക്കാരിനെതിരെ പ്രതിപക്ഷത്ത്. പക്ഷേ അദ്ദേഹം പാർലമെന്റിൽ നിരന്തരം വിഷയങ്ങൾ അവതരിപ്പിച്ചു. ജനങ്ങൾക്കു വേണ്ടി ഭൂരിഭാഗവും നേടിയെടുത്തു. പുതിയ തലമുറയെ മുന്നിൽ കണ്ട് ദീർഘവീക്ഷണത്തോടെ പദ്ധതികൾ അവതരിപ്പിച്ചു. ഈ സമയം ജോസ് കെ മാണി കൊണ്ടുവന്ന വികസനങ്ങൾ നോക്കാം. IIIT കോട്ടയം, കേരള സയൻസ് സിറ്റി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ വൻകിട പദ്ധതികൾക്ക് പിന്നാലെ ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികൾക്കായി 100 കണക്കിന് കോടി രൂപയുടെ സർക്കാർ വിഹിതം ലഭ്യമാക്കാൻ അദ്ദേഹം നിരന്തരം സമ്മർദ്ദം ചെലുത്തുന്നു. ഇപ്പോൾ മനസ്സിലായില്ലേ? മുട്ടാപ്പോക്ക് പറയുന്നവർ ഒരു വശത്ത്, പ്രവർത്തിക്കുന്നവർ മറുവശത്ത്. ഒരു വ്യക്തിയെ തങ്ങളുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി അധിക്ഷേപിക്കുകയും മണ്ഡലത്തിലെ വികസനത്തെ മുരടിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ നാം തിരിച്ചറിയണം. അവർക്കുള്ള മറുപടിയായിരിക്കണം ഈ തെരഞ്ഞെടുപ്പ്.